നമസ്കാരം. തിരൂരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. സ്വർണ്ണ സമ്പാദ്യം ഇനി തൂബയ്ക്കൊപ്പം 40-ാം വാർഷികാഘോഷത്തോടനുബന്ധിച്ച് തൂബ ജ്വല്ലറി അവതരിപ്പിക്കുന്നു കണ്ണഞ്ചിപ്പിക്കുന്ന ഗോൾഡൻ സ്കീമുകൾ. 5000 രൂപയിൽ തുടങ്ങുന്ന മാസ നിക്ഷേപ പദ്ധതി മുതൽ പ്രത്യേക മംഗല്യ ആനുകൂല്യങ്ങൾ നേടാവുന്ന സ്കീമിലൂടെ പണിക്കൂലിയില്ലാതെയും പണിക്കൂലിയിൽ രജിസ്റ്റർ ചെയ്യാനും കൂടുതൽ അറിയാനും 908491 നിങ്ങളുടെ ഇഷ്ട സ്വർണ്ണമണിയാം ഇഷ്ടം പോലെ. താനൂർ തെയ്യാല റോഡിലെ വാഹനങ്ങളുടെ അമിതവേഗത അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തി ചെറുമുക്ക് നാട്ടുകാര്യം കൂട്ടായ്മ. വർഷങ്ങളായി നിർമ്മാണം നടത്തിയ റോഡ് ആ സമയത്ത് തന്നെ റോഡിൽ പാലിക്കേണ്ട ട്രാഫിക് നിയമങ്ങൾ ഉണ്ടെങ്കിൽ ഇവിടെ ഒരു പരിധിവരെ അപകടങ്ങൾ കുറയ്ക്കാൻ പറ്റുമായിരുന്നു എന്നും എന്നാൽ അധികൃതർ ഇത് ശ്രദ്ധിച്ചില്ല എന്നും ഇവ കാരണം ഇടയ്ക്കിടെ ജീവൻ പൊലിഞ്ഞു കാണാൻ ഇടയാക്കുന്നതെന്ന് നാട്ടുകാര്യം കൂട്ടായ്മ ഭാരവാഹികൾ പറയുന്നു. കഴിഞ്ഞ ചൊവ്വാഴ്ച രാത്രി 10:30 മണിക്ക് തെയ്യാലയിലെ ബേക്കറിയിൽ നിന്നും ജോലി കഴിഞ്ഞ് ഇലക്ട്രിക് സ്കൂട്ടിയിൽ വീട്ടിലേക്ക് മടങ്ങുകയായിരുന്ന ചെറുമുക്ക് പ്രവാസി നഗർ സ്വദേശി ചക്കുങ്ങൽ മൊയ്തീൻകുട്ടിയുടെ മകൻ സിനാനെതിരെ വന്ന കാറിടിക്കുകയും ബൈക്കിൽ കൂടെ ഉണ്ടായിരുന്ന കൊടിഞ്ഞി ചുള്ളിക്കുന്ന് സ്വദേശി വടക്കൻ അരീക്കോട്ട മുർഷിദിനെ ഗുരുതര പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. അപകടത്തിൽ സിനാൻ മരണപ്പെടുകയും ചെയ്തു. പരിക്കേറ്റ മുർഷിദ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലുമാണ്. ഈ റോഡിൽ വർഷങ്ങളോളമായി അപകടങ്ങൾ തുടർക്കഥയാണ്. വർഷങ്ങളായി നിർമ്മാണം നടത്തിയ റോഡ് ആ സമയത്ത് തന്നെ റോഡിൽ പാലിക്കേണ്ട ട്രാഫിക് നിയമങ്ങൾ ഉണ്ടെങ്കിൽ ഇവിടെ ഒരു പരിധിവരെ അപകടങ്ങൾ കുറയ്ക്കാൻ പറ്റുമായിരുന്നു. എന്നാൽ അധികൃതർ ഇത് ശ്രദ്ധിച്ചിരുന്നില്ല. ഇവ കാരണം ഇടയ്ക്കിടെ ജീവൻ പൊലിഞ്ഞു കാണാൻ ഇടയാക്കുന്നുണ്ടെന്ന് ഭാരവാഹികൾ പറയുന്നു. താനൂർ തെയ്യാല വലിയൊരു റോട്ടിൽ സൂചനാ ബോർഡുകൾ ഇല്ലാത്തതുകൊണ്ട് നിരന്തരം നടക്കുന്ന അപകടങ്ങളെ പറ്റിയിട്ട് ഒരു മുന്നറിയിപ്പും പുറത്തുനിന്ന് വരുന്ന ഡ്രൈവർമാർക്ക് ഇല്ലാത്തതുകൊണ്ട് പല അപകടങ്ങളും ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുക. വെള്ളക്കെട്ട് ഒഴിവാകാനും പിന്നെ കരിങ്കല്ലത്താനി എന്ന് പറഞ്ഞ സ്റ്റോപ്പാണത്. ആ സ്ഥലത്ത് വെച്ചിട്ടാണ് ഈ അപകടം. ഇപ്പോൾ അടുത്തൊരു അപകടം ഉണ്ടായാലും ഒരു കുട്ടി മരിക്കും. ഒരു കുട്ടി മെഡിക്കൽ കോളേജിലുമാണ് ഉള്ളത് ഇപ്പോൾ. അതുകൊണ്ട് അതിന് വേണ്ടി തക്കതായ നടപടികൾ ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്തു നിന്നുണ്ടാവും എന്നുള്ള പ്രതീക്ഷയിലിരിക്കുന്നു. ഒരു അമ്പുകളും സൂചനാ ബോർഡുകളും നിർമ്മിക്കാനും പുറത്തുനിന്ന് വരുന്ന ഡ്രൈവർമാർക്ക് ഇതിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ഡ്രൈവർമാർക്ക് ഇതിനെപ്പറ്റി നന്നായിട്ട് അറിയാനും എല്ലാം ഉണ്ട്. സാധ്യത ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല. പുറത്തുനിന്ന് വരുന്ന ഡ്രൈവർമാർക്ക് ഒരു കാരണവശാലും ഇത് മനസ്സിലാകുകയും വെള്ളക്കെട്ട് പറ്റി അറിയാത്തത് കൊണ്ടും വണ്ടി നിയന്ത്രണം വിടുകയും പല അപകടങ്ങൾ സംഭവിക്കുകയും ചെയ്യുന്നതാണ്. ദിനംപ്രതി ചെറുതും വലുതുമായ നിരവധി വാഹനങ്ങളാണ് NH 66 വെന്നിയൂരിൽ നിന്നും തിരൂരങ്ങാടി, ചെറുമുക്ക്, കുണ്ടൂർ, തെയ്യാല, താനൂർ റെയിൽവേ സ്റ്റേഷൻ, തിരൂർ ഭാഗങ്ങളിലേക്കും കടന്നുപോകുന്ന ഏക റോഡിൽ സീബ്ര ലൈൻ, റംബിൾ സ്ട്രിപ്പ്, സൂചനാ ബോർഡ് മുതലായ ട്രാഫിക് നിയമങ്ങൾ ഇല്ലാത്തതിനാൽ വാഹനങ്ങൾ പകലെന്നോ രാത്രിയെന്നോ നോക്കാതെ ചീറിപ്പോകുന്ന കാഴ്ചയാണ് കാണുന്നത്. റോഡിലെ ഇരു സൈഡിലും മഴക്കാലമായതിനാൽ വെള്ളം കെട്ടി നിൽക്കുകയും ഇവയും അപകടങ്ങൾക്ക് കാരണമാകുന്നുണ്ട്. ചെറുമുക്കിലെ വിദ്യാർത്ഥിയുടെ മരണത്തിൽ സ്ഥലം സന്ദർശനം നടത്തിയ ചെറുമുക്ക് നാട്ടുകാര്യം കൂട്ടായ്മ ഭാരവാഹികൾ പൊതുമരാമത്ത് റോഡ് വിഭാഗം, ജില്ലാ കലക്ടർ, തിരൂരങ്ങാടി മോട്ടോർ വാഹന വകുപ്പ് അധികൃതർക്ക് പരാതി നൽകിയിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ സ്ഥലം പരിശോധന നടത്തുമെന്ന് കൂട്ടായ്മയെ അറിയിച്ചിട്ടുണ്ടെന്നും ഭാരവാഹികൾ പറഞ്ഞു. താനൂര് തെയ്യാല റോഡിൽ, നമ്മുടെ ഇളവണ്ടി റോഡിൽ ഈ കരിങ്കലത്താണി എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചിട്ട് നിരന്തരമായി അപകടങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. പല പ്രാവശ്യമായിട്ട് ആളുകൾ മരണപ്പെടുക വരെ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ അടുത്ത ദിവസങ്ങളിലായി ഒരു കുട്ടി മരണപ്പെടുകയും ഒരു കുട്ടിക്ക് കാര്യമായ പരിക്കുകൾ പറ്റി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുകയും ചെയ്തിട്ടുണ്ട്. അതിന് അവിടെ നാടുമായി ബന്ധപ്പെട്ടിട്ട് അറിയാൻ കഴിഞ്ഞത് ആ ഭാഗങ്ങളിൽ ഒരു സൂചനാ ബോർഡുകളോ എന്നതുപോലെ അമ്പുകളോ മറ്റുള്ള ഒരു കാര്യങ്ങളും അവിടെ ഇല്ല എന്നുള്ളതാണ്. വാഹനത്തിൻ്റെ അമിതമായ വേഗത വളരെ പ്രയാസപ്പെടുത്തുന്നുണ്ട്. അതിന് സർക്കാരിൽ നിന്നും അവിടെ അമ്പുകളും സൂചനാ ബോർഡുകളും നിർമ്മിക്കണമെന്ന് നാട്ടുകാര്യം കൂട്ടായ്മ ആവശ്യപ്പെടുകയാണ്. ചെറുമുക്ക് നാട്ടുകാര്യം കൂട്ടായ്മ ഭാരവാഹികളായ VP ഖാദർ ഹാജി, കമാൽ ചെറുമുക്ക്, മുസ്തഫ ചെറുമുക്ക്, പനക്കൽ ബഷീർ, പ്രദേശവാസി മുസ്തഫ തുടങ്ങിയവർ അപകടസ്ഥലം സന്ദർശനം നടത്തി. ന്യൂസ് ബ്യൂറോ, തിരൂരങ്ങാടി.